ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ സമർഖന്ദിലാണുള്ളത്. സമർഖന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൂടെ നിഹാലുണ്ട്. ഹായ് നിഹാൽ. ഹായ്. ഷാദിനുണ്ട്. ഫഹദുണ്ട്. ഫഹദാണ് ഇവിടെ സമർഖന്ദിലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നോട് സ്ഥിരമായിട്ട് ഉണ്ടാവുക കേട്ടോ. നമ്മളെ പിന്നെ അകത്തേക്ക് എൻട്രി ചെയ്യണം കേട്ടോ. നമ്മളെ യൂണിവേഴ്സിറ്റിയിലെ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. കുട്ടികൾ ഫേസ് ഐ ഡി കാണിച്ചിട്ടാണ് അകത്തേട്ട് പോവുക, പുറത്തോട്ട് വരിക. അതന്നെ കാണാം. ഹായ്. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ സമർഖന്ദ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അകത്താണുള്ളത് കേട്ടോ. We have the anatomy department in the upstairs. Okay, fine. We will see the anatomy department first. That will be great. And how is the life here? It's very good. It's very peaceful. I think the city is also very beautiful place. It's very. അപ്പോൾ സമർഖന്ദ് യൂണിവേഴ്സിറ്റിയുടെ വളരെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ നമുക്ക് കുറെ ഇന്ത്യൻ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ എന്റെ കൂടെ ഇവിടെ അനാട്ടമിയുടെ ഒരു പ്രൊഫസർ ഉണ്ട്. നമുക്ക് സാറിനൊന്ന് പരിചയപ്പെടാം. ഹലോ സാർ. Hello, hi, how are you? My How are name you? is. Yes, I'm good, guys. Okay, fine. You are taking anatomy, right? Yes, yes. You are from which part of India? I'm from Jaipur, Rajasthan, guys. You are from Jaipur. Okay, and he's one of the anatomy professors here. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സാറുണ്ട്. സാർ ക്ലാസ്സിൽ പിന്നെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട് കുട്ടികളുടെ റിവ്യൂസ് ഒക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഹലോ. ഹായ്. വാട്ട്സ് യുവർ നെയിം? My name is Adil Rashad. How is the class in here? Like, It's good. you're from which part of? From Group 176. Group 176. Group 170. No, from India, which place? UP. You're from UP. Okay, that's great. Thank you for that. Okay. And നമുക്കിവിടെ ഒരു 2 മലയാളി കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. And we will ask. Hello. What's your name? റിൻഡ എന്നാണ് അല്ലേ? നാട്ടിലെവിടെയാണ്? തൃശ്ശൂരാണ് അല്ലേ? നിങ്ങളെവിടെയാണ് സ്ഥലം? കോഴിക്കോട് എവിടെ? ബേപ്പൂർ അല്ലേ? ഓക്കെ. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? നല്ല ക്ലാസ്സാണ്. ഈ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഓക്കെ അല്ലേ? അല്ലേ, കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇവിടെ ഒരുപാട് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഉണ്ട് അല്ലേ? മലയാളീസ് ഫാക്കൽറ്റീസ് ആയിരുന്നുണ്ട്. നമ്മുടെ വേറൊരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൾ കുറച്ച് ഇൻട്രോവർട്ടാൻ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങളുടെ പേര് പറഞ്ഞോളൂ? റിൻഷ. അതിലെവിടെ? നാട്ടില് മലപ്പുറത്ത് എവിടെ? പെരുന്നാണ്ടെന്നാണ് അല്ലേ? ഓക്കെ, ശരി. ഇന്നെന്താ ടോപ്പിക് എന്താ? എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങളുടെ ക്ലാസ് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ. സാർ ഓക്കെ, താങ്ക് യു സാർ. വിൽ സീ യു. ബൈ. നമ്മളെ സ്പെസിമെന്റ് മുന്നിലേക്ക് കയറാം. സാർ അവിടെ പോയി ചാവിയൊക്കെ എടുത്തിട്ടുണ്ടോന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കെൽസ് കാണാം ഇവിടെ. അതുപോലെ തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷൻസ് കാണാം, ഡിവിഷൻസ് കാണാം, സ്കാപ്പുല കാണാം, അതിൻ്റെ മൾട്ടിപ്പിൾ ബോൺസ് കാണാം. ഇതൊക്കെ സ്പെസിമെനിൽ ആക്കി വെച്ച കുറേ ടിൻസ്, ഫീറ്റസ്, ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ കാര്യങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എടുത്തിട്ടേ കുട്ടികൾ പോപ്പുലറായിട്ട് ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. The students are having classes here, like they will see the anatomy, they will have the anatomy classes and they will come for the practicals here, right? Like for the examination you will take this and you will ask by level or something. How is the examination like here it happens? Yeah, I already told you that we have credit module system. Yeah, Credit module system, like ECTS, like European Credit Transfer System. like credit module system, this is like we have 12 credits total, 3 semester, 1.5 year in our team. So 360 hours they have to complete, they have to study. Okay. So we divide the course in 3 semesters. Okay. So in first semester they have to go through the musculoskeletal system like bones, joints, muscles. Okay. In second semester they have to complete other systems like now digestive system, Okay. gastrointestinal system. Then after that we have respiratory system, then Okay. endocrine system, reproductive system, Okay. and genitourinary system. In third semester, they have to complete the nervous system. Cardiovascular system also in second semester included. So we have YY exams,
first and second semester, and we have CBT computer-based exam. Okay. Okay. So this is only in third semester. That's nice. Nervous system is a complicated one, so there's Okay, fine. So actually here the examination happens like daily you will ask questions to the students. yeah, in practical, because we have total 6 lectures per semester, Okay. and we have 15 practical classes per semester. Okay. So we have thematic plan, we have different topics for them, Okay. and we have 60 hours to create for their individual work, Okay. Great. because they have to complete their scale works, their notes, and they have to watch the other sources, and they have to study other like PDF books, anatomy books. Yeah. Okay. So that's why they have to go and revise everything. In particular classes, we have to go through according to thematic plan, according to each topics. Topics. Okay. Okay. In topics, that's why first semester. Okay. Okay. It's like similar to the Russian education, like which we get. Because Yeah. Same like in Ukraine and Kyrgyzstan and every country. It's same. It's gone same like this, right? Yeah. Okay, sir. Then thank you once more. Okay, and we'll see you the next time. Okay. Thank you very much. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും, ഡെയിലി എക്സാംസ് ഉണ്ടാവും. അതുപോലെ തന്നെ അനാട്ടമി 3 സെമസ്റ്ററിലായിട്ടുണ്ട്. യൂഷ്വലി എല്ലാ സ്ഥലത്തും പുറത്ത് ഫോറിൻ കൺട്രീസ് ഏകദേശം എല്ലായിടത്തിൽ പോകുകയാണെങ്കിലും അനാട്ടമി 3 സെമസ്റ്ററായിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. അനാട്ടമിയുടെ 3D റൂമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുന്നവരെ ഇവിടെ കടാവർ സംവിധാനം ഉസ്ബെക്കിസ്ഥാനിൽ ഇല്ല. റിലീജിയസ്ലി ഇവർക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കടാവർ സംവിധാനം ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്ക് അനാട്ടമിയുടെ 3D പിക്ചറൈസേഷൻ ഓറിയന്റൈസേഷൻ ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അനാട്ടമിയുടെ സാറ് പാകിസ്ഥാനിൽ നിന്നാണ്. സാർ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും, എങ്ങനെയാണ് സിസ്റ്റം ഓപ്പൺ ആക്കുക കാര്യങ്ങളൊക്കെ. ഇതുവരെ സിമുലേഷൻ സെൻറ്റർ ആണെന്നൊക്കെ പറയാം കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു മസിൽസ് തൊട്ട് ഇതിപ്പോൾ പെക്ടോറൽ സ്മെയർ അല്ലെങ്കിൽ മേജർ പെക്ടോറൽ മസിൽ എന്ന് പറയും. അതിനെ നമുക്കിത് ഇവിടെ ഓരോ കാണാം. അതായത് മസിൽ പറഞ്ഞ വെക്ടസ് ഫീമോറിസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. അല്ല, നമുക്കിവിടെ കുറച്ച് കുട്ടികളെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചോദിക്കാം, യു ആർ ഫ്രം വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ? Gujarat. യു ആർ ഫ്രം ഗുജറാത്ത്? Yes, ആൻഡ് from Gujarat. യു ആർ ഓൾസോ ഫ്രം ഗുജറാത്ത്. How is the class here? Very good. Like today you are having anatomy? No, today we were having like microbiology and Yeah. path anatomy. Okay, here. Hospital like this. Okay, fine. Okay then, best wishes for the classes. Keep studying. Bye bye. അപ്പോൾ നമ്മൾ ബേസ്മെന്റിലേക്ക് പോവാണ്. ബേസ്മെന്റിൽ മെയിനായിട്ട് ലെക്ചർ റൂംസ് കാര്യങ്ങളൊക്കെയാണെന്നാണ് നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ലെക്ചർ ഹാൾസ് ആണ്. കുറച്ചൊക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നില്ല, നമ്മളകത്ത് കയറുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കേ ഒരു ലെക്ചർ ഹാള് കാണേണ്ട അവസരം ഇവർ ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം 3-4 ക്ലാസ്സിന് ഒരുമിച്ചാണ് ലെക്ചേഴ്സ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലെ പോലെ ഒരു ക്ലാസ്സിൽ 50 അല്ലെങ്കിൽ 100 പേര് ആ രീതിയിലല്ല ഇവിടെ. ഇവിടെ ഒരു ക്ലാസ് പല പല ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അപ്പോൾ ഗ്രൂപ്പ്സിനായിരിക്കും ക്ലാസ് നടക്കുക. അപ്പം നമ്മളെ ഏകദേശം 3 ബ്ലോക്കുകളും കണ്ടിട്ടുണ്ട്. നമ്മളിതാ അതിലൂടെയാണ് കയറിയത്. ഇതാണ് മെയിൻ ബ്ലോക്ക്. ഇവിടെ കാണുന്ന മെയിൻ ബ്ലോക്ക്. ഇതിപ്പോൾ എൻട്രി എക്സിറ്റ് ചെയ്തത് ഈ ബ്ലോക്കിലൂടെയാണ് കേട്ടോ. ഷാദിനെ, യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്? യൂണിവേഴ്സിറ്റി അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. പറ പൊക്കി പറ. കാരണം എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരേപോലെ തന്നെ ഇല്ല. പഠനം വൈസ് സ്റ്റഡീസ് വൈസ് ഒരേപോലെ തന്നെ ഉണ്ട്. പക്ഷെ ഇൻഫ്രാസ്ട്രക്ചർ ഡിഫറെന്റ് ആണ്, ഏരിയ ഡിഫറെന്റ് ആണ്, പിന്നെ ഇവിടെ ഉള്ള ടീച്ചേഴ്സിന്റെ ഡിഫറൻസും ഉണ്ട്. ഞാൻ എന്താ പറയുക സമർഗത്തിനെ പറ്റിയിട്ട്? ആദ്യം തന്നെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ആയില്ല, ബാക്കിയുള്ളതൊക്കെ ഒരു അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നുകൊണ്ട് ഇത് പറഞ്ഞാൽ ആദ്യമേ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു ഓൾഡ് യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ തന്നെ ഒരു പ്രത്യേകത നമുക്ക് ഈ കാണാം. ഞാൻ ഇപ്പൊ ടാഷ്കണ്ട് പഠിക്കാണ്. അവിടെ വെച്ച് നോക്കുമ്പോൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി. ടീച്ചേഴ്സൊക്കെ അത്രയും നല്ല ഫ്രണ്ട്ലിയും പഠിപ്പിക്കാനും പറ്റിയ നല്ല ടീച്ചേഴ്സാണ്. ഇന്റർനാഷണൽ ടീച്ചേഴ്സും കൂടി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ലാംഗ്വേജ് ബാരിയറും അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മുടെ ഗൈഡ് മാറിയിട്ടുണ്ട്. We have a new guide here. Yes. Yeah, what's your name? My name is Mohammad Duvesh. I'm from Gujarat. You're from Gujarat. Which year are you studying? I'm studying in currently second year. Okay, fine. No, recently we got some reviews from the university. Major students are saying many positives. So I would like to hear some negatives.
കാരണം നിങ്ങൾക്ക് പോസിറ്റീവ്സ് മാത്രം കേട്ടാൽ പോരാ, സമർക്കന്തിന്റെ നെഗറ്റീവ്സും യൂണിവേഴ്സിറ്റി നെഗറ്റീവ്സും അറിയണം. ഒക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ പറ്റൂ. നമുക്ക് യൂണിവേഴ്സിറ്റി നെഗറ്റീവ്സ് കേൾക്കാം. യു ക്യാൻ സേ വാട്ട് ആർ ദ മേജർ ഡ്രോബാക്സ് ഓഫ് സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി? As long as see there is not any kind of such major drawbacks of this university. Yeah, here's some things like if you are come firstly in here, mostly in first year subjects and teachers are they know well good English, but you face some little bit problems of accent because they all follow the Russian accent, and in India we all follow the currently Indian accent. Like sometimes you face the problem, but as long as you progress, come in second year, third year like that, and then the teachers English is very good. They are all IELTS clear, so you don't face that problem in higher years, but in initially you face little bit. നമ്മുടെ ബ്രദർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇനീഷ്യൽ ടൈമിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗൾഫിൽ പോകുകയാണെങ്കിൽ തന്നെ അവിടുത്തെ അറബികളെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് അറബ് മിക്സ്ഡ് ഇംഗ്ലീഷ് വരിക. ആ ഒരു സെയിം ആക്സെൻറ്റ് പ്രോബ്ലം ഇവിടെ സമർക്കന്തിലും അതുപോലെ തന്നെ മറ്റ് USSR കൺട്രീസിലെ യൂണിവേഴ്സിറ്റീസിലും ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കാസർഗോഡ് പോയിട്ട് സംസാരിക്കുന്ന കാര്യം ട്രിവാൻഡ്രത്ത് പോയാൽ ആൾക്കാർക്ക് മനസ്സിലായെന്ന് വരില്ല. ആ ഒരു ചെറിയ വ്യത്യാസം ആക്സെന്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ ഡീൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. വളരെ ഫ്രണ്ട്ലി ആയ മനുഷ്യനാണ്, കുറേ സംസാരിച്ചു. എന്തായാലും നമുക്ക് നമ്മുടെ കുട്ടികളെ പറ്റി സാറിനോട് ചോദിക്കാം. ഹലോ സാർ. Hello, assalamu alaikum, namaste. How is our Indian students here? So we have more than 3,500 Indian students in Samarkand State Medical University. We are very happy to get the foreign students, not only from India, for other countries as well. Welcome to Samarkand State Medical University. We are always ready to support you, to assist you, to help you. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് ഫോർ ദ സപ്പോർട്ട് ഫ്രം യുവർ സൈഡ്. ഹോപ്പ് യു വിൽ വർക്ക് വെരി ഗുഡ് ഹിയർ ആൻഡ് താങ്ക് യു, ഓൾ ദ ബെസ്റ്റ് സാർ. സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സ്കോളർഷിപ്പ് ഉണ്ട്, ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി ഇത്ര പൈസയുടെ സ്കോളർഷിപ്പ് കിട്ടും, ഇത്ര സപ്പോർട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് യൂണിവേഴ്സിറ്റി ഭാഗത്ത് കിട്ടും. ഇത് ശരിക്കും ഉള്ളതാണോ? നമുക്ക് ചോദിച്ചാലോ. ഇവിടെ നമ്മുടെ കൂടെ സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി ഇപ്പൊ അത് സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയാ അത് കിട്ടിയിട്ടുള്ളത്. അത് നോ ആക്ച്വലി യു ആർ സേയിങ് ലൈക്ക് യു ഗോട്ട് ദി സ്കോളർഷിപ്പ് ഫ്രം സമർക്കന്ത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. Actually what is this, like how you will get it, what are the criteria for it, how long you have been for it? So actually I am a second year student. So when I was in first year second semester, just entered, I get to know about this scholarship. So this is a kind of rector scholarship for international students. There are two kinds of scholarship which could be available from the university. One is Melrose scholarship and second is rector scholarship. So in rector scholarship we have to fulfill like 10 to 15 criteria. So there are steps to clear out the for the rector scholarship. There are some, for example, if we talk about the first step, we have to write the articles with the scientific supervisor of our university. There are every department, for example, biochem department have their own scientific supervisor under whom you can write the articles, you can write the thesis, or you can do the research work with them. The second, the university also conducts scientific conferences around the other university with the delegation of other universities. So with other universities, when we participate, we get some kind of certificates for the participation, and also university organizes Olympiads. So in Olympiads also we appear, we show our talent, the studies we have gone through the university, and we get the ranking. And through these all certificates, university have the criteria. Every certificate have their own marks. So through that marks, a student goes on. And if we, for example, this time out of 100, 71 is the passing criteria. So if you get above 71 marks out of 100, by these all certificates, there are many startup and many other things which you will get to. So you have the certificate with you, right? Yeah. So these are his preparations for the certificates. He have So these. These are some of the articles. okay. So he submitted this much articles and documents for his scholarship, and very happy for you, like you got the scholarship and all. Okay, and like how much is the amount like you're getting per month or like per year? It's 500,000 per month. Per month. Yeah. So your local expenses will be covered from that. Yeah, local. ഓക്കെ, അപ്പോൾ ഇത് തള്ളല്ല. ശരിക്കും നിങ്ങൾക്ക് സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. സമർക്കന്തിൽ മാത്രമല്ല വേറെ പല യൂണിവേഴ്സിറ്റികളിലും കുട്ടികൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ
നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു. നമ്മൾ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് പോവാണ്ട് കേട്ടോ. ഹോസ്റ്റലിന്റെ പുറത്ത് ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ കണ്ടു. സെക്യൂരിറ്റി സംസാരിച്ചിട്ടാണ് അകത്തേക്ക് കയറ്റിയത്. എന്തായാലും ഹോസ്റ്റൽ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അത് നമുക്ക് ഹോസ്റ്റൽ കാണിച്ചു തരാനേ നമുക്കൊരു മലയാളിയിലെ കിട്ടിയിട്ടുണ്ട്. ആളെ എറണാകുളത്ത് നിന്നാണ്. എന്താണ് ബ്രോ പേരെന്താ? മാഹിൻ അല്ലേ? അപ്പൊ ഇവിടെ ഹോസ്റ്റലൊക്കെ ഒന്ന് കാണാലോ നമുക്ക്. എത്ര ഫ്ലോർ ഹോസ്റ്റലാ ഇത്? 5th 5 ഫ്ലോർ ഉണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. 5 ഫ്ലോർ ഉണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഇതൊക്കെ ആക്സസ് മെയിനായിട്ട് 2 ഏജൻസിയാണ്. ആക്സസിന്റെ ഇത് എം.ഡി ഹൗസിന്റെ സൈഡുമാണ് അല്ലേ? ശരി ശരി. മൊത്തം എത്ര കുട്ടികളുണ്ട് ഇവിടെ? നമ്മൾ ഫസ്റ്റ് ഇയർ 1400 സ്റ്റുഡൻസ് ഉണ്ട് ടോട്ടൽ. ഫസ്റ്റ് ഇയർ 1400 എടുത്തിട്ടുണ്ട് അല്ലേ? ഇത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ തന്നെയല്ലേ? ഗവൺമെന്റ് ഹോസ്റ്റൽ തന്നെ അല്ലേ? ബസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്? ബസ് ഇപ്പോ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നോർത്ത് ഇന്ത്യ ഫുഡ് കുറച്ചൊരു ഇടങ്ങാറായിരിക്കും, ചപ്പാത്തി പരിപ്പറി എന്നാലും അത്രയും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ശരി ശരി ശരി. ലിഫ്റ്റ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. തടി കുറയട്ടല്ലേ, ഓടിക്കേറിക്കാൻ കിട്ടി. അതെ, നമ്മുടെ ബോയ്സിന്റെ ഫ്ലോറിലേക്ക് പോവാം കേട്ടോ. മൊത്തം 5 ഫ്ലോറാണുള്ളത്. അപ്പൊ ഏകദേശം താഴത്തെ 2 ഫസ്റ്റ് സെക്കൻഡ് ഫ്ലോർ ഗേൾസിനും, മുകളിലത്തെ 3rd 4th 5th ഫ്ലോർസ് ബോയ്സിനാണ്. അപ്പൊ ഒരു ടിപ്പിക്കൽ മലയാളി ഹോസ്റ്റൽ റൂം കിട്ടിയിട്ടുണ്ട്. കണ്ണൂർക്കാരനാണ്. പേര് പറഞ്ഞോ ബ്രോ? സാഹിൽ. ഇവന്റെ പേരെന്താ? ഓടല്ലേ ജി, പേര് പറയേ. സാൻവേ. എവിടെ? കണ്ണൂര് താണക്ക് അല്ലേ? ഇവനെവിടെ സ്ഥലം? എറണാകുളം എവിടെ? മാറ്റുക. റൂം കൊള്ളാലോ. സാധാരണ ബോയ്സിന്റെ റൂം ഇങ്ങനെ എല്ലാരും ഉണ്ടാവില്ലേ? അത്യാവശ്യം വൃത്തിയിൽ കൊണ്ടാച്ചിട്ടുണ്ട് അല്ലേ? നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. എങ്ങനെയുണ്ടാ ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇന്നിപ്പോ മാറിയുള്ളൂ, കുറച്ച് ദിവസം ഇടങ്ങാറായി പോയിട്ടുണ്ട് അല്ലേ ഹോസ്റ്റലില്ലാണ്ട്? അതെ, നിങ്ങളുടെ റൂം നല്ലപോലെ നോക്കാം. ഞാനൊക്കെ ഹോസ്റ്റലിൽ നിന്നുണ്ട് അതിനെ. നമ്മുടെ ടീം ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ പുതിയ ഹോസ്റ്റലിലേക്കൊക്കെ മാറി സന്തോഷത്തിലാണ് ഉള്ളത് അല്ലേ? എന്താ അവസ്ഥ? ഹോസ്റ്റൽ എന്താ അവസ്ഥ? നല്ല ഹോസ്റ്റല്. ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് ഫ്ലോറും റൂമും എല്ലാം ഉണ്ട്. മെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കിച്ചൺ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാം ഉണ്ട്. സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി? നല്ല ക്ലാസ് റൂം. ഇന്ത്യൻ പ്രൊഫസേഴ്സ് ഒക്കെ കുറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലാസ് നല്ലതാണോ? തള്ളരുത്, സത്യം പറയണം. സത്യം നല്ല ക്ലാസ്സാണ് അല്ലേ? പുറത്തെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ലോക്കൽസ് നല്ലതാണ്. അവരെ കൊണ്ട് വലിയ ശല്യം നമുക്കില്ല. ശല്യമൊന്നുമില്ല ഇതുവരെ? അങ്ങനെ വേറെ ബുദ്ധിമുട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അവര് നല്ല ഫ്രണ്ട്ലിയാണ് നമ്മളോടായാലും. ശരി. ഇന്ത്യൻസിനെ കണ്ട റെസ്പെക്ട് ഒക്കെ കൂടുതലാണ്. അവർക്ക് പറ്റുന്ന നെഗറ്റീവ് പറയാനുള്ള, എല്ലാവരും പോസിറ്റീവ് മാത്രമല്ലേ പറയുള്ളൂ. നമുക്ക് എന്താ ഇവിടുത്തെ റിയാലിറ്റി മെയിൻ ആയിട്ട് ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് ഒരു ഇതാണ്. ഫുഡ് നല്ലപോലെ മിസ് ചെയ്തത്. നാട്ടിലെ ഫുഡും കാര്യങ്ങളും എന്തായാലും ആ പ്രശ്നം എന്തായാലും നമ്മൾ പരിഹരിക്കുകയും എന്തായാലും ഇപ്പൊ നമ്മുടെ താഷ്കലിലും ബുഹാറിലൊക്കെ കുട്ടികൾക്ക് സെപ്പറേറ്റ് കേരള മെസ്സും അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി കണ്ടു, ഹോസ്റ്റല് കണ്ടു. ഇനി നമ്മളിത് ആ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അത് ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ വിദ്യാർത്ഥി ഇവിടെ ഉണ്ട്. ഏതാ ഒന്ന് ഹായ് പറയൂ. ഇവിടെ ഏതാ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്? ഇവിടെ ഫിസിയോളജി തെറാപ്പി ഫസ്റ്റ് ഇയേഴ്സിന്. സെക്കൻഡ് ഇയേഴ്സിന്റെ നമുക്കറിയില്ല. ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്നത് ഫിസിയോളജിയും തെറാപ്പിയും. ഫിസിയോളജി തെറാപ്പി ഒക്കെ ഇവിടെ അല്ലേ വരുന്നത്? ബാക്കി ക്ലാസ് ഒക്കെ ഇവിടെ വരുന്നത്? ബാക്കി മെയിൻ യൂണിൽ വരുന്നുണ്ട്. പിന്നെ ജിയോ ഫിസിക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അവിടെയാണ് നമുക്ക് മെഡ് ഫിസിക്സ്, മെഡ്കം, IT അങ്ങനത്തെ സബ്ജക്റ്റുകൾ. പിന്നെ പീഡിയാട്രിക്സിന്റെ അവിടെ വേറെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ. ശരി ശരി. നമുക്ക് എത്ര ക്ലിനിക്സ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്? അത്യാവശ്യം എത്ര ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്? അത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ചിട്ട് ഇപ്പൊ കുറെ അത്യാവശ്യം ഉണ്ട് കൗണ്ട്. നമുക്കിപ്പോ ഫസ്റ്റ് ഇയേഴ്സ് ആയപ്പോ നമുക്ക് ഇപ്പൊ തന്നെ ഒരു 3 എണ്ണം ഒക്കെ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയാമോ? ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് നമ്മള് സെൽഫ് സ്റ്റഡി നമുക്ക് ബെറ്റർ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ ഇത് ഒരു നല്ലതാണ്. നമ്മള് ടീച്ചേഴ്സ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു ബെറ്റർ ആവൂല. അല്ല, ഇവിടുത്തെ ആൾക്കാർ, പുറത്തെ ആൾക്കാർക്ക് എങ്ങനെയുണ്ട്? പെൺകുട്ടികൾക്കൊക്കെ സേഫ് ആണോ? അവര് നമുക്ക് ഇന്ത്യൻസിനെ അവർക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളെ ഇന്ത്യൻസിനെ അപ്പൊ അവര് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ചിലവര് നമ്മള് മുഖത്ത് പോയി നോക്കൂല, അത് അവരെ ഇത്. പക്ഷെ ആൾക്കാരും ഭയങ്കര അവർക്ക് ഇന്ത്യൻസിനെ, ഇന്ത്യൻ ആക്ടേഴ്സിനൊക്കെ ഭയങ്കര കാര്യമാണ് അല്ലേ? അപ്പൊ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് ക്ലിനിക്സിലേക്കൊക്കെ എത്ര ദൂരം വരുന്നുണ്ട്? നമുക്ക് ചിലതിപ്പോ ഒരു 2 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ. ഇപ്പൊ മെയിൻ യൂണിറ്റ് ആണെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഒരു 30 minutes
ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നമ്മളിപ്പോ എന്താ പറയാ ക്ലിനിക്സ് ഒക്കെ ചിലത് വരുന്ന കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. മെജോറിറ്റി ക്ലാസ് ഒക്കെ സ്പ്ലിറ്റ് ആയിട്ട് പല പല സ്ഥലത്തായിട്ടാണോ? ഇപ്പൊ മെയിൻ യൂണി ഇപ്പൊ ഞങ്ങൾ സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തപ്പോ മെയിൻ യൂണിയിൽ ഇപ്പോ 2 ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളൂ. ബാക്കി ഇപ്പോ ഇവിടെ ഹോസ്പിറ്റൽസിലും പിന്നെ അങ്ങനെ വേറെ ബിൽഡിങ്സിലൊക്കെ. ശരി. ഇവിടെ ഈ കുട്ടികള് കൂടിയതോടെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ? ക്ലാസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവാറുണ്ടോ, അല്ലെങ്കിൽ ഹവർലി ആണോ ക്ലാസ് ഉണ്ടാവാറ്? നമുക്കിപ്പോ ഡെയിലി ക്ലാസ് ഉണ്ട്. ടൈമിങ്ങിന്റെ ഒരു ഇതന്നെ ഉള്ളൂ. പക്ഷെ ഇപ്പോ ഈ ഒരു ഇയർ എന്താ പറയാ കുട്ടികളെ കൗണ്ട് കുറച്ച് കൂടിയോണ്ട് അങ്ങനെയാണ് തോന്നുന്നുണ്ട് നമ്മളെ ടൈമിന്റെ ഇത്. ബാക്കി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സാറ്റർഡേ നമുക്ക് ക്ലാസ് ഇല്ല. സെക്കൻഡ് സെം ആയപ്പോ ഫസ്റ്റ് സെമ്മിൽ ഉണ്ടായിരുന്നു. എന്താണ് ഞങ്ങളുടെ കമ്മ്യൂണിനെ പറ്റിയുള്ള റിവ്യൂ? നമ്മള് അടിപൊളിയല്ലേ? അടിപൊളിയാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ഞാനൊക്കെ എല്ലാ കാര്യം പറഞ്ഞിട്ട് ശല്യപ്പെടുത്തും. അതിനൊക്കെ നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട്. എല്ലാ ടൈമിലും ഇവരെ അവൈലബിൾ ആണെന്നില്ല. പക്ഷെ അത് ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ ഫഹദിനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. 24/7 ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അവരുണ്ടാവും. എന്താവശ്യം ഹോസ്പിറ്റൽ കേസാണെങ്കിലും എന്താണെങ്കിലും കേട്ടോ. നമ്മൾ സമർക്കന്ത് അത്യാവശ്യം സ്ഥലം കവർ ചെയ്യുമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നടന്നു വന്ന ഡിപ്പാർട്ട്മെന്റ് അത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് കാണാം. ക്ലിനിക്കൽ സൈഡ് ക്ലാസ്സസ് കൂടുതലായിട്ടും ഈ ഒരു ഏരിയയിലാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ ഇവിടെ ക്ലാസ് ഉണ്ട്. മെജോറിറ്റി സീനിയർ ആവുന്നതിനനുസരിച്ച്, അതായത് 3rd ഇയർ 4th ഇയർ ആവുന്നതനുസരിച്ചാണ് നമുക്ക് സീനിയർ സ്റ്റുഡൻസിനാണ് കൂടുതൽ ക്ലിനിക്കൽ ക്ലാസ്സസ് വരിക. ഓക്കെ. ഇനി നമ്മൾ ഇനിയും സ്ഥലങ്ങൾ കാണാനുണ്ട്. ഒരു 1/4 വരെ ആയിട്ടില്ല. പക്ഷേ സമയത്തിൻ്റെ ലിമിറ്റേഷൻ മൂലം ഞങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി ഏത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ആ യൂണിവേഴ്സിറ്റിയെ പറ്റി കമൻറ്റ് ചെയ്യുക. നമ്മളവിടെ പോയിട്ട് ഇതേ രീതിയിലുള്ള വ്ളോഗ് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും.